എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 17 തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായ രേക് ജാൻസ് ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം ഞാൻ. 2024 ജനുവരിയിൽ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായ രേക് ജാൻസ് ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഏതാണ് ആ രാജ്യം? ഐസ്ലാൻഡ് ആണ്. ഐസ്ലാൻഡിലാണ് രേക് ജാൻസ് ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം. ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം ഏതാണ്? ഗംഗ. ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? ഗംഗാ നദിയെ കുറിച്ച് ഓർക്കുന്നതുകൊണ്ട് ഇതുകൂടെ അങ്ങ് ഓർത്തു വെച്ചേക്കുക. ഈസിയാണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത്. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വർക്കല, തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ. നമ്മുടെ നാലാമത്തെ ചോദ്യം, 2024 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്? ഓപ്പൺഹൈമർ ആണ്. ഏതാണ്? ഓപ്പൺഹൈമർ. ഓക്കെ. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സിഇഒ ആരാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സിഇഒ ആരാണ്? അനൂപ് അംബികയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സിഇഒ. അനൂപ് അംബിക, ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2022 ശ്രദ്ധിക്കണം, 2022 രാജാ രവിവർമ്മ പുരസ്കാര ജേതാവ്. 2022 രാജാ രവിവർമ്മ പുരസ്കാര ജേതാവ് ആരാണ്? സുരേന്ദ്രൻ നായരാണ്. ആരാണ്? സുരേന്ദ്രൻ നായർ. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനിടയുള്ള രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഭാവിയിലെ സാധ്യതകളെ പരമാവധി യൂസ് ചെയ്യുന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് 35 ആണ്. 35ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. എവിടെ? എന്തില്? ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനിടയുള്ള രാഷ്ട്രങ്ങളുടെ പട്ടികയില്. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ വേദി. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ വേദി ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. ഏതാണ്? അരുണാചൽ പ്രദേശ്. 77ാമത് എഡിഷൻ ആണ് 2024 നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ. ഓർത്തിരിക്കുക. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, ദുരന്ത മുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം നടത്താൻ, അതായത് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതി. ഞാൻ ഒരിക്കൽ കൂടെ ചോദ്യം വായിക്കാം. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഭരണ സംവിധാനത്തിൽ കയറി ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചോദ്യം ഇതാണ്, ദുരന്ത മുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതി ഏതാണ്? പ്രാപ്യം. ഏതാണ്? പ്രാപ്യമാണ്. ഓർത്തിരിക്കുക. ഇതോടെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിച്ചു. LDC, അതുപോലെ തന്നെ LP UP അസിസ്റ്റന്റ്, അതുപോലെ തന്നെ LGS, അങ്ങനെ പല എക്സാംസ് PSCയുടെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. എല്ലാവരും ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. ക്ലാസ്സുകൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് വേണമെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ മറ്റ് PSC ഇൻഫർമേഷൻസിനും വീഡിയോസിനും ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. താങ്ക് യു.